ഹായ് നമസ്കാരം. അപ്പോൾ നമുക്ക് നാലാമത്തെ മൊഡ്യൂളിലേക്ക് പോവാം. പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ അല്ലെങ്കിൽ PLC അതിനെക്കുറിച്ചുള്ളതാണ് നാലാമത്തെ മൊഡ്യൂൾ. അപ്പോൾ എന്താണ് PLC, അതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ പ്രോഗ്രാമിംഗ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ മൊഡ്യൂൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഇൻട്രൊഡക്ഷൻ. ഇപ്പോൾ എന്താണ് PLC എന്നതിനെ പറ്റിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. PLC is a digital computer used for the automation of industrial process such as control of machinery on factory assembly lines. അതായത് PLC എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടർ തന്നെയാണ്. അത് ഓട്ടോമേഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. എവിടെയാണ്? ഇൻഡസ്ട്രിയൽ പ്രോസസ്സിലെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിൻ്റെ ഓട്ടോമേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറാണ് PLC എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് മെഷീനറി കൺട്രോൾ അല്ലേ, മെഷീനറിൻ്റെ കൺട്രോൾ, ഫാക്ടറിയിലേക്കുള്ള ഇൻഡസ്ട്രീസിലേക്കുള്ള മെഷീനറിയുടെ ഒരുപാട് മെഷീനറീസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ കൺട്രോൾ, അതിന് നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടറാണ് PLC എന്ന് പറയുന്നത്. PLC is designed for multiple input and output arrangements, extended temperature ranges, immunity to electric noises and resistance to vibration and impact. അതായത് PLC ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു മൾട്ടിപ്പിൾ ഇൻപുട്ട്, ഒന്നിലധികം ഇൻപുട്ടുകളും അതേപോലെ ഔട്ട്പുട്ടും ഉള്ള അറേഞ്ച്മെൻ്റാണ്. ഒരുപാട് ഇൻപുട്ടും ഒരുപാട് ഔട്ട്പുട്ടും ഇതിനുണ്ട്. അതേപോലെ ഇത് എന്തുകൊണ്ടാണ് ഇത് ഇൻഡസ്ട്രീസിൽ അല്ലെങ്കിൽ ഫാക്ടറികളിൽ ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താണ് ഇമ്മ്യൂണിറ്റി ടു ടെമ്പറേച്ചർ വേരിയേഷൻ എന്നുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യും. ടെമ്പറേച്ചർ കൂടിയാലും ഇപ്പോൾ ഇൻഡസ്ട്രീസിലൊക്കെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, അപ്പോൾ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. അതേപോലെ നോയ്സ്, വൈബ്രേഷൻ, അതേപോലെ ഡസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മോശമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരിക്കും, അറ്റ്മോസ്ഫിയർ ആയിരിക്കും എപ്പോഴും ഇൻഡസ്ട്രീസിൽ. അപ്പോൾ അവിടെ നമുക്കൊരു നോർമൽ നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് മെഷീൻസിനെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഈ പേഴ്സണൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ നമുക്കറിയാം, അത് പൊടിയില്ലാത്ത അതേപോലെ നല്ല നോർമൽ ടെമ്പറേച്ചർ ആയ സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് പേഴ്സണൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഡസ്ട്രി അറ്റ്മോസ്ഫിയറിൽ ഒരിക്കലും അത് പറ്റില്ല. അപ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിന് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരാളാണ് PLC എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, പ്രോഗ്രാം ടു കൺട്രോൾ മെഷീൻ ഓപ്പറേഷൻ ആർ ടിപ്പിക്കലി സ്റ്റോർഡ് ഇൻ ബാറ്ററി ബാക്ക് ഓർ നോൺ വോളറ്റൈൽ മെമ്മറി. അപ്പോൾ ഇത് മെഷീൻ ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു പ്രോഗ്രാമിംഗ് ആവശ്യമാണ്. PLC എന്ന് ഓൾറെഡി പറഞ്ഞ ഒരു പ്രോഗ്രാമിംഗ് ഡിവൈസ് ആണ്. പ്രോഗ്രാം ചെയ്ത് അതിനനുസരിച്ചാണ് ഇത് റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഒന്നിൽ നമ്മൾ ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്തിട്ടുണ്ടോ, അതിനനുസരിച്ചായിരിക്കും ആ ഓപ്പറേഷൻ നടക്കുന്നത്. A PLC is an example of real-time system since output result must be produced in response to input condition within a bounded time. ഇതൊരു റിയൽ ടൈം സിസ്റ്റമാണ്. അതായത് ഔട്ട്പുട്ട് ഉണ്ടാവുന്നത് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത് ഇൻപുട്ടിനനുസരിച്ചാണ്. ഇൻപുട്ട് കണ്ടീഷൻ അനുസരിച്ചാണ് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത്. അതായത് കൃത്യമായ ഒരു ടൈം പീരീഡ്, കൃത്യമായ ഒരു ടൈമിനുള്ളിൽ ഒരു ഇൻപുട്ട് ഉണ്ടാകുകയും അതിനനുസരിച്ച് മാത്രമേ ഔട്ട്പുട്ട് ഉണ്ടാക്കിയുള്ളൂ. ഓക്കെ, ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പാകത്തിനുള്ള ഒരാളാണ് PLC എന്ന് പറയുന്നത്. റിയൽ ടൈം സിസ്റ്റം എന്നുള്ളത് അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, PLC works by looking at input and depending upon their state, turning on or off its output. അതായത് PLC എപ്പോഴും അതിന് ഇൻപുട്ടിന് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇൻപുട്ടിനെ ചെക്ക് ചെയ്തുകൊണ്ട്, ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു സ്വിച്ച് ആവാം, സെൻസറിൽ നിന്നുള്ളതാവാം. ഓക്കെ, അത് മെയിനായിട്ട് സെൻസറിൽ നിന്നാണ് ഇൻപുട്ട് വരുന്നത്. അപ്പോൾ അതെപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഇൻപുട്ട് ഉണ്ടോ. എന്നിട്ട് ഇൻപുട്ട് ഉണ്ടോ എന്ന് നോക്കും, അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കും. ഇൻപുട്ട് ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ ഓണ് ഇല്ലെങ്കിൽ ഓഫ് എന്നൊരു അവസ്ഥയായിരിക്കും. അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഔട്ട്പുട്ടിനെ ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യും. ഇതാണ് PLC ചെയ്യുന്നത്. ദ യൂസർ എൻറ്റേഴ്സ് എ പ്രോഗ്രാം വിയ സോഫ്റ്റ്വെയർ ദാറ്റ് ഗീവ് ഡിസൈഡ് റിസൾട്ട്. അപ്പോൾ നമുക്ക് നമ്മളാണ് യൂസർ അല്ലേ. അപ്പോൾ നമുക്ക് പ്രോഗ്രാം ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ചാണ് ഇൻപുട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിന് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതിനനുസരിച്ച് ഇൻപുട്ട് നോക്കുകയും നമ്മൾ പ്രോഗ്രാമിനനുസരിച്ച് ഔട്ട്പുട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു PLC എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഒരു PLCൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കമ്പാരിസൺ ഓഫ് PLC വിത്ത് റിലേ പാനൽ. അതായത് PLC വരുന്നതിന് മുമ്പ് നമ്മൾ ഇൻഡസ്ട്രീസിൽ ഓട്ടോമേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് റിലേ പാനലാണ്. റിലേ എന്ന് പറഞ്ഞാൽ റിലേ നമുക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ. നമുക്ക് ഒരു മാനുവൽ
ഒരു സ്വിച്ചിങ് ഡിവൈസ് ആണ് അല്ലേ. റിലേ എന്ന് പറയുന്ന ഒരു സ്വിച്ചിങ് ഡിവൈസ് ആണ്. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ നമ്മൾ പവർ സപ്ലൈ കൊടുത്തിട്ട് നമുക്കൊരു ഒരു മെഷീൻസ് ഓൺ ആക്കുകയോ ഓഫ് ആക്കുകയോ നമ്മൾ മാനുവൽ അല്ലാതെ ഓൺ ആക്കുകയോ ഓഫ് ആക്കുകയോ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഡിവൈസാണ് റിലേ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യ കാലങ്ങളിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് റിലേ ആണ്. റിലേസ് ഒക്കെ പാനലാണ്. ഒരു മെഷീൻസ് ഇപ്പോൾ ഒരു ഇൻഡസ്ട്രീസിൽ ഒരു 10 മെഷീനറീസ് ഉണ്ടെങ്കിൽ ഒരു 10-15 മെഷീൻസ് ഉണ്ടെങ്കിൽ അതിനൊരു റിലേ ഉപയോഗിച്ചിട്ടാണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് PLC വന്നതോടെ അത് ആ ഒരു ഭാഗം ഒഴിവായി PLCയിലേക്ക് മാറി. അപ്പോൾ അത് വെച്ച് അതിനെ ഒന്ന് കമ്പയർ ചെയ്യുകയാണ് ആ റിലേ ഉപയോഗിച്ചിരുന്ന സമയത്തുള്ള പ്രശ്നങ്ങൾ, അതേപോലെ PLC വന്ന ശേഷമുള്ള ഗുണങ്ങൾ, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ക്ലാസിക്കൽ കൺട്രോൾ പാനൽ ബേസ്ഡ് ഓൺ റിലേ. അതായത് പണ്ട് ക്ലാസിക്കൽ കുറേ കാലം മുമ്പ് PLC വരുന്നതിന് മുമ്പ് അതാണ് ക്ലാസിക്കൽ കൺട്രോൾ പാനൽ ഉദ്ദേശിക്കുന്നത്. റിലേ ഉപയോഗിച്ചുള്ള പഴയ കൺട്രോൾ പാനലിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു മച്ച് വർക്ക് റിക്വയർഡ് ഇൻ കണക്റ്റിംഗ് വയേഴ്സ്. അതായത് ഇത് വലിയ പാനലായിരിക്കും. ഇപ്പോൾ ഒരു മെഷീൻസിൻ്റെ എണ്ണം അനുസരിച്ച് അല്ലെങ്കിൽ ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ടിൻ്റെ എണ്ണം അനുസരിച്ച് ഒരുപാട് റിലേസ് ആവശ്യമാണ്. വലിയ പാനൽ തന്നെ ഉണ്ടാക്കേണ്ടി വരും റിലേ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് വലിയ പാനലായിട്ട് മാറും. അപ്പോൾ ടു മച്ച് വർക്ക് കണക്റ്റിംഗ് വയർ. അപ്പോൾ ഇത് വയർ കണക്ട് ചെയ്യുന്നതിന് തന്നെ ഒരുപാട് സമയവും ഒരുപാട് വർക്കും ആവശ്യമായിട്ട് വരും. ഓക്കെ. ഡിഫിക്കൽട്ട് വിത്ത് ചേഞ്ച് ഓർ റീപ്ലേസ്മെൻറ്റ്. അതേപോലെ തന്നെ ഒരെണ്ണം ചേഞ്ച് ചെയ്യണമെങ്കിലോ ഒരെണ്ണം ഫാൾട്ടി ആയിട്ട് റിലേ മാറ്റണമെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വയർ ഫാൾട്ടി ആയിട്ടുള്ള വയർ കേബിൾ മാറ്റണമെങ്കിലൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എന്ന് വെച്ചാൽ അത്രയും ലാർജ് ആയിട്ടാണ് അത് വരുന്നത്. ഡിഫിക്കൽട്ട് ഇൻ ഫൈൻഡിങ് എറേഴ്സ്. അതായത് നമുക്കിപ്പോൾ ഒരു എറർ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എറർ കണ്ടുപിടിക്കാൻ, ഒരു സിസ്റ്റം ഫാൾട്ടായി കഴിഞ്ഞാൽ എറർ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അത്രത്തോളം വയറുകളുണ്ട്, കണക്റ്റിംഗ് വയർ അത്രത്തോളം ഉണ്ടാവും. അതാണ് പ്രശ്നം. വെൻ എ പ്രോബ്ലം ഒക്കേഴ്സ് ഹോൾഡ് അപ്പ് ടൈം ഈസ് ഇൻഡെഫിനിറ്റ്, യൂഷ്വലി ലോങ്. അതായത് ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഹോൾഡ് അപ്പ് ടൈം, അതായത് അത് കണ്ടുപിടിക്കാനുള്ള സമയം എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആണ്. അത് ഒരുപാട് സമയം എടുക്കും എന്നുള്ളതാണ്. ഇനി അടുത്തത്, അപ്പോൾ ഇതൊക്കെയായിരുന്നു റിലേ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള പ്രശ്നങ്ങൾ. ഇതൊക്കെയായിരുന്നു റിലേ മാത്രം ഉപയോഗിച്ച് നമ്മൾ മെഷീൻസ് കൺട്രോൾ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ PLC ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ പ്രോഗ്രാം ലോജിക് കൺട്രോൾ വന്നതിന് ശേഷം റിലേ റീപ്ലേസ് ചെയ്തു. റിലേ കൺട്രോൾ പാനൽസ് റീപ്ലേസ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഉണ്ടായ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. കമ്പയർഡ് ടു ദ കൺവെൻഷണൽ പ്രോസസ് കൺട്രോൾ സിസ്റ്റം, നമ്പർ ഓഫ് വയേഴ്സ് നീഡഡ് ഫോർ കണക്റ്റിംഗ് റെഡ്യൂസ്ഡ് ബൈ 80%. അതായത് ഞാൻ പറഞ്ഞില്ലേ, മറ്റേ റിലേ സർക്യൂട്ട് ആയിരുന്നപ്പോൾ, കൺവെൻഷണൽ റിലേ സർക്യൂട്ട് ആയിരുന്നപ്പോൾ ഉള്ള വയറിങ്ങിൻ്റെ 80% വയറിങ് നമുക്ക് കുറയ്ക്കാൻ പറ്റി PLC ഉപയോഗിച്ച്. 80%, അതായത് 80% എന്ന് പറയുന്നത് വലിയൊരു പെർസെൻറ്റേജ് ആണ് അല്ലേ. അത്രയും വയേഴ്സിൻ്റെ കണക്ഷൻ കുറച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ വളരെ സിമ്പിളായിരിക്കും. അത് ചെറിയ സിമ്പിൾ സിസ്റ്റമായിട്ട് മാറിയിട്ടുണ്ടാവണം. അപ്പോൾ അത്രയും വയർ കുറച്ചു എന്ന് പറഞ്ഞാൽ അത് ബാക്കിയൊക്കെ പ്രോഗ്രാമിലാണ് വരുന്നത്. അത്രയും വയറിൻ്റെ കണക്ഷനെല്ലാം നമ്മൾ പ്രോഗ്രാമിലേക്ക് ചുരുക്കി. പുറത്ത് എക്സ്റ്റേണലായിട്ട് കണക്ഷൻസ് കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ വലിയ അഡ്വാൻറ്റേജസ് ആണ് അത്. നീഡ് ഫ്യൂവർ സ്പെയർ പാർട്സ്. അത് കുറച്ച് സ്പെയർ പാർട്സിലേക്ക് ഒതുങ്ങി. ഫ്ലെക്സിബിൾ ആൻഡ് ക്യാൻ ബി അപ്ലൈഡ് ടു കൺട്രോൾ അതർ സിസ്റ്റം ക്വിക്കലി ആൻഡ് ഈസിലി. ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് എളുപ്പത്തിൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അത് ഉപയോഗിക്കാം. ഓക്കെ. പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഓരോ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓരോ മെഷീൻസിനൊക്കെ ഈസി ആയിട്ട് നമുക്ക് കൺട്രോൾ, അതായത് ഈസി ആയിട്ട് ആഡ് ചെയ്യാനും ഓരോ മെഷീൻസ് ആഡ് ചെയ്യാനും അത് റിമൂവ് ചെയ്യാനും ഒക്കെ സാധിക്കും. ഡയഗ്നോസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് PLC കൺട്രോൾ അലോ ഫാസ്റ്റ് ആൻഡ് ഈസി എറർ ഡിറ്റക്ഷൻ. അപ്പോൾ കൺവെൻഷണൽ റിലേൻ്റെ കേസിൽ ഒരു ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരുപാട് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് എറർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് PLCയിൽ. കാരണം വെച്ചാൽ നമ്മൾ വയർ 80% കുറഞ്ഞിട്ടുണ്ട് വയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാം. പിന്നെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്ക് എറർ ഡിറ്റക്ഷൻ വളരെ ഈസിയാണ്.
ഇറ്റ് ഈസ് മച്ച് ചീപ്പർ കമ്പയർഡ് ടു കൺവെൻഷണൽ സിസ്റ്റം. കൺവെൻഷണൽ സിസ്റ്റത്തെക്കാട്ടും ചീപ്പാണ്. കൺവെൻഷണൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരുപാട് റിലേ വരുന്ന വലിയ കൺട്രോൾ പാനലായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് വളരെ ചെറിയൊരു സ്പേസിലേക്ക്, ചെറിയൊരു ഇതിലേക്ക് ചുരുങ്ങി എന്നുള്ളതാണ്. റിലയബിലിറ്റി ഓഫ് PLC is greater than that of electromechanical relay or timer. അപ്പോൾ റിലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, PLC വളരെയധികം കൂടുതലാണ് മറ്റേ കൺവെൻഷണൽ റിലേ സർക്യൂട്ടിനെക്കാട്ടും. ഇനി ഫീച്ചേഴ്സ് ഓഫ് PLC എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ പ്രത്യേകതകൾ. അഡ്വാൻറ്റേജസ് തന്നെ ഒരു പ്രത്യേകതകളാണ് ഫീച്ചർ. അപ്പോൾ എന്നാലും നമുക്കൊന്ന് നോക്കാം. A PLC is a device used to replace necessary sequential relay circuit for machine control. അതായത് PLC എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിവൈസാണ്. അത് എന്തിനാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. റിലേ സർക്യൂട്ട്, മെഷീൻ കൺട്രോളിന് ഉപയോഗിച്ചിരുന്ന റിലേ സർക്യൂട്ടിനെ പകരം ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് എന്ത്, PLC എന്ന് പറയുന്നത്. If we are involved in machining, packing, material handling, automated assembly or countless other industries, there comes to need of PLC. അപ്പോൾ PLC എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്ന ഒരാളാണ്. അതായത് മെഷീനിങ്, പാക്കേജിങ്, മെറ്റീരിയൽ ഹാൻഡ്ലിങ്, ഓട്ടോമേറ്റഡ് അസംബ്ലി ഓർ, അതായത് ഇൻഡസ്ട്രീസിലെല്ലാം നമുക്കിപ്പോൾ PLC തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ ഓട്ടോമൊബൈലിൻ്റെ അസംബ്ലി, കാറിൻ്റെ ഇതൊക്കെ അസംബ്ലി, അതേപോലെ ഇപ്പോൾ ഒരു മെറ്റീരിയൽസിൻ്റെ ഒക്കെ പാക്കിങ്, മേക്കിങ്, അതിൻ്റെ പാക്കിങ്, ഇപ്പോൾ സോപ്പിൻ്റെ ഒക്കെയാണ് പാക്കിങ്, അതേപോലെ എല്ലാ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ പാക്കിങ്, സ്റ്റിക്കർ ചെയ്യുന്നത്, അത് വലിയ പാക്ക് ആക്കുന്നത്, ഇതെല്ലാം നമുക്ക് PLC ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ PLCൻ്റെ വേറെ ഇവിടെ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന വേറെ അഡ്വാൻറ്റേജ്, ഏത് മോശം അവസ്ഥയിൽ ഇത് വെച്ചാൽ ഇതിന് പ്രശ്നമില്ല എന്നുള്ളതാണ്. ഡസ്റ്റ് നിറഞ്ഞതും ഇപ്പോൾ ടെമ്പറേച്ചർ കൂടിയാലും ഒന്നും ഇതിനെ അഫക്റ്റ് ചെയ്യില്ല. Earliest PLC is used in all decision-making logic in simple ladder logic which is appeared similar to electrical schematic diagram. അത് ഇലക്ട്രിക്കൽ സ്കീമാറ്റിക് ഡയഗ്രാം പോലെയാണ് അതിൻ്റെ പ്രോഗ്രാം, ലാഡർ ലോജിക് എന്ന് പറയുന്നത്, പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് അത് വളരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് നമുക്ക് അതിന് പ്രോഗ്രാം എഴുതാൻ പറ്റുന്നത്, ലാഡർ ലോജിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഫീച്ചർ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. നമുക്കൊരു 3 പോയിന്റിൽ നമുക്ക് പറയാവുന്ന. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷനാണ് ഇൻഡസ്ട്രീസിൽ. ഇതിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് പറയാം. സ്പീഡ് കൺട്രോൾ, മോട്ടോഴ്സിൻ്റെ ഒക്കെ സ്റ്റെപ്പർ മോട്ടോർ സ്പീഡ് കൺട്രോൾ, DC മോട്ടോർ സ്പീഡ് കൺട്രോൾ, ഓപ്പറേറ്റിംഗ് റിലേസ്, അനലോഗ് ടു ഡിജിറ്റൽ അനലോഗ് കൺവേർട്ടേഴ്സിൽ, ഇനി ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രോസസ് കൺട്രോൾ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ. ഇതൊക്കെ ചെറിയ ആപ്ലിക്കേഷൻസ് ആണ്. ഇത് ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രോസസ് കൺട്രോൾ ആപ്ലിക്കേഷനിലാണ് ഏറ്റവും ഇത് ഉപയോഗിക്കുന്നത്. ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രോസസ് കൺട്രോൾ, അതായത് ഇൻഡസ്ട്രീസിൽ പ്രോസസ് കൺട്രോൾ, അതായത് ഒരുപാട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി ആണെങ്കിൽ ഒരുപാട് പ്രോസസ്സ് ഉണ്ടാവും. ഇപ്പോൾ ആദ്യം ഒരു സംഭവം ഉണ്ടാക്കണം, അത് റെഡി ആയി കഴിഞ്ഞാൽ അടുത്തൊരു സെക്ഷൻ ഉണ്ടാവും, പിന്നെ അതിൻ്റെ എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ അതിൻ്റെ പാക്കിംഗ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഒരേ കഴിഞ്ഞിട്ടാണ് ഒരു പ്രൊഡക്റ്റ് പുറത്തേക്ക് വരുന്നത്, അല്ലേ? ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത തുടങ്ങണം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത തുടങ്ങണം. അപ്പോൾ അതങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വരേണ്ടി വരും. അപ്പോൾ അതിലൊക്കെ നമുക്ക് PLC ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അതാണ്. ഇനി ടൈപ്സ് ഓഫ് PLC. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് കമ്പനികൾ PLCs ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എംബഡഡ്, കോമ്പാക്ട്, പ്രോഗ്രാമിംഗ് ടൂൾസ്, മോഷൻ കൺട്രോൾ, ഡോഗിൾ, ഇൻഡസ്ട്രിയൽ PC. അപ്പോൾ ഇതൊക്കെ ഒരു ടൈപ്സ് ആണ്. അപ്പോൾ ഇത് 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് ടൈപ്സ് ഓഫ് PLC എന്തൊക്കെയാണെന്നൊക്കെ. ഇപ്പോൾ 3, 4 എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക് നമുക്ക് കിട്ടും. എംബഡഡ്, കോമ്പാക്ട്, പ്രോഗ്രാമിംഗ് ടൂൾ, മോഷൻ കൺട്രോൾ, ഡോഗിൾ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യത്തെ ഒരു ഭാഗം ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ.